നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെ പോലെ തന്നെ നമ്മുടെ കാറ്റ്ഫിഷിന്റെ വാട്ടർ ചേഞ്ചിങ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിന്റെ വെള്ളം മാറ്റണം. അപ്പോൾ വെള്ളം പറ്റിക്കാൻ ഫസ്റ്റ് നമ്മൾ പ്ലാന്റ് ഒക്കെ എടുത്ത് മാറ്റാം. അപ്പൊ ഇതാണ് നമ്മളെ പ്ലാന്റ്സ് ആണ്. ഇതില് എല്ലാം കൊണ്ട് നമ്മൾ ഈ ഫ്രിഡ്ജ് പറ്റി ആൾക്കാർ ഇടാം. പ്ലാന്റ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മള് വെള്ളം പറ്റിക്കാം. വെള്ളം ഫുള്ള് വറ്റിച്ചിട്ട് കാണാം. മീനെ പിടിക്കാം. ഇപ്പൊ നമ്മൾ 2 മീൻ ഇഞ്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ പക്ക് പിടിക്കാം. ഇതാണ് പക്ക് വേണ്ടേ. അതിന്റെ വാ നിങ്ങൾ നോക്കണേ. ആദ്യം അറ്റാക്ക് ചെയ്താൽ അങ്ങനെ പിടിക്കാതെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ പിടിച്ചാ അല്ല എന്റെ വാ ഉണ്ടോ തള്ളിയിരിക്കുകയാണ്. നല്ല തള്ളിയിരിക്കുകയാണ് ഈ ഭാഗം. അപ്പൊ അതൊക്കെ അടിച്ചാണത്. ഒന്നെങ്കിൽ ആൽബിനസ് കാറ്റ്ഫിഷ്, കാരണം അതിന്റെ ദേഹം മുറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനെ പിടിക്കുന്നു. അപ്പൊ ഒന്നെങ്കിൽ അതൊക്കെ അടിച്ച് അല്ലെങ്കിൽ കൊക്കെ അറ്റാക്ക് ചെയ്തായിരിക്കും. നമ്മൾ ഇതിനെ നമ്മൾ ഓസ്കാറിന്റെ ട്രൈ ചെയ്യാം. എന്റെ വായിൽ എന്തോ പറ്റി നമുക്കിപ്പോഴും പിടിയില്ല. കടിച്ചാണോന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് തൽക്കാലം ഇവന്മാർ ഇവിടെ ഇടുന്നില്ല. നമ്മൾ ഓസ്കാറിന്റെ കൂടെ ഇടാണ് പ്ലാൻ. ഇതാണ് നമ്മുടെ മറ്റേ മീൻ ആൽബിനെ കഴിച്ചു നോക്ക്. എൻ്റെ ദേഹം ഫുള്ള് ഇഞ്ചുറി ആയിട്ടിരിക്കുകയാണ്. കണ്ടാ ഇത് ദേഹം ഫുള്ള് എങ്ങനെ ഇഞ്ചുറി ആയി അറിഞ്ഞൂടാ. ഇവന്മാരെ വലിയ കാറ്റ് അറ്റാക്ക് ചെയ്താന്ന് അറിഞ്ഞൂടാ. തൽക്കാലം നമ്മൾ ഇവനെ പിടിച്ച് നമ്മളെ സെനഗലിന്റെ കൂടെ ഇടാം. ടാങ്ക് ഇടാം. പതിയിടാം. നമ്മൾ ആ സമയം കൊണ്ട് ഇവന്മാരെ കൊണ്ട് ഓസ്കാറിന്റെ ഫിഷിനുണ്ട്. നമ്മൾ ഓസ്കാറിന്റെ ടാങ്ക് ഇടാൻ പോകണം. ഇടാൻ പറ്റും. ഇപ്പൊ നമ്മള് പക്കുവ കിട്ടോ വേണ്ട. എന്ത് പറ്റി അറിഞ്ഞൂടെ. മിക്കവാറും ഇഞ്ചുറി ചെയ്യും. പക്കോടെ ചുണ്ടെന്തായാലും ഇങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മള് ഓസ്കാറിന് ഇട്ടുണ്ട്. ഇപ്പൊ ഓസ്കാറിവിടെ സീനില്ല. അല്ല ഗൈസ്, അപ്പൊ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ പക്ക നമ്മള് മറ്റൊരു ഫ്രിഡ്ജ് ഉണ്ട്. ആ ഫ്രിഡ്ജില് ഗൈസ് അപ്പൊ നമ്മൾ പക്ക ഇതിൽ പിടിച്ചിടാം. കാരണം ഈ ടാങ്ക് വെറുതെ ഇരിക്കും. അപ്പൊ ഇതിൽ ഇരിക്കട്ടെന്ന് ചോദിച്ചു. കാരണം മറ്റേ ടാങ്കിൽ ഒക്കെ പോയാൽ ഇവന് അറ്റാക്കും ഇല്ലായിരുന്നു. വെള്ളം ഒഴിച്ചാൽ ഗൈസ് അപ്പൊ ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ ദീപം. ഇവന്മാരെ അറ്റാക്ക് ചെയ്യുന്ന ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇരിക്കുക ഇവന്മാരെ പിടിച്ച് മാറ്റാൻ നല്ല ആൾക്കാരാണ്. വാട്ടർ റേഞ്ചിൽ നേരെ ഇവന്മാരെ ഫ്രിഡ്ജ് കൊണ്ടിടാം. നമ്മൾ കാറ്റ്ഫിഷിനെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ സ്പോട്ട് കാറ്റ്ഫിഷിനെ പിടിച്ച് റിലീസ് ചെയ്തിട്ട് മാറാണ്. ഗൈസ് അപ്പൊ നമ്മള് ഇവനെ കൂടെ പിടിക്കാൻ ഉണ്ടെങ്കിൽ അപ്പൊ അവനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സേനകാലെ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ 2 മാടന്മാര്. ഇപ്പൊ വൃത്തിയാക്കി ഞാൻ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ സീനാവും ഇവന്മാരായിട്ട്. നമ്മൾ ഈ ടാങ്കിലെ വെള്ളം മൊത്തം വറ്റിച്ചിട്ട് ഇത് നമുക്ക് തൊഴിച്ച് വൃത്തിയാക്കാനുണ്ട്. നമ്മൾ ഫസ്റ്റ് വെള്ളം പറ്റിക്കാം. ഗൈസ് നിങ്ങൾക്ക് ഈ പാക്കൊക്കെ എന്തോ പറ്റിയെങ്കിൽ അറിയാമെങ്കിൽ ഒന്നും പറയുക. അതിന്റെ ചുണ്ട് എന്തോ പോലെ ഇരിക്കുന്നു. ഒരു ആക്റ്റീവ് ഇല്ല അതിന്. ടാങ്കൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഫുൾ വൃത്തിയാക്കി. ഇനി വെള്ളം നിറയ്ക്കണം. അപ്പൊ നമ്മളെ പാവക്ക പിടിച്ച ഈ ടാങ്കിൽ ഇടുക. ഇത് തിരിച്ചിടുന്നില്ല. ഇത് ചെയ്യുമ്പോൾ സമാധാനം ഇരുന്നോളും. അങ്ങനെ അറ്റാക്കൊന്നും ചെയ്തില്ല കാറ്റ്ഫിഷ്. നമ്മൾ കാറ്റ്ഫിഷിനൊക്കെ പിടിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ആൽബിനെ കാറ്റ്ഫിഷിന് ഇഞ്ചുറി കിടന്നിട്ടുണ്ട്. ഇത് കാറ്റ്ഫിഷാണോ ചെയ്തത് കൊക്കാണോ ചെയ്തത് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പം എന്തായാലും നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. ദിവസമുണ്ട് വെള്ളം നിറച്ച് മൊത്തം കാണാം ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ടാങ്ക് ഫുള്ള് നിറച്ചിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ നിറച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി മീനെ പിടിക്കാം. അങ്ങനെയാണെന്ന് തോന്നുന്നു. 1.5 വർഷം തോന്നുന്നു. ഈ മാടൻ തന്നെ. അപ്പം നമ്മളെ ഏറ്റവും വലിയ കാറ്റ്ഫിഷിന് കൈമാറ്റിക്കും. അപ്പം നമ്മളെ കൊച്ചിൻ ഇവന് നമ്മളെ ആൽബിന് അത്ര ഉള്ളതിന് ഇപ്പൊ സൈസ് വെച്ച ആളാണ്. ഇപ്പൊ നമ്മളെ ആൽബിനെ കഷ്ണം കാട്ടിയുണ്ട്. 2 ഒരേ സൈസ് വാങ്ങിച്ച ഇതിന്റെ ചുമടി ഫുഡ് ചെയ്യുന്ന സൈസ് ഉണ്ട്. നമ്മള് ഗൈസ് അപ്പൊ നമ്മളാണെങ്കിൽ ആൽബിനെ കാറ്റ്ഫിഷിനെ എപ്പോഴും മാറ്റുന്നില്ല. കാരണം അതിന് ഇഞ്ചുറി ആയിക്കൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. പക്വ നമ്മൾ ഇനി അതിലിടുന്നുള്ളൂ. തിരിച്ചിടുന്നില്ല. അറ്റാക്ക് ചെയ്യുന്നുണ്ട് കാറ്റ്ഫിഷ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു ചെറിയ വീഡിയോ കാണുന്നത് ബൈ.